നമസ്കാരം. നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് ചില കർമ്മഫലങ്ങളും പാപഫലങ്ങളും വന്നു ചേരുന്നുണ്ട്. ഞാൻ ഈ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഈ ദോഷകരമായ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എനിക്ക് ഈ പാപഫലങ്ങൾ എന്തുകൊണ്ടാണ് കൈപ്പറ്റേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും കഷ്ടകാലം? എന്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്? ജീവിതത്തിലെ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും ഒന്നും തന്നെ എനിക്ക് അനുഭവിക്കാൻ സാധ്യമാകുന്നില്ലല്ലോ. നിങ്ങളിൽ പലർക്കും മിക്കപ്പോഴെങ്കിലും ഇതുപോലെയുള്ള ചിന്തകൾ ഉണ്ടാകാറുണ്ട് അല്ലേ? നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കർമ്മഫലങ്ങളും പാപഫലങ്ങളും എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? കുറച്ചു കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് അതുപോലെ അനുവർത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മളിൽ വന്നു ചേരുന്ന പാപഫലങ്ങളും കർമ്മഫലങ്ങളും ദോഷങ്ങളും നമുക്ക് തീർത്തും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വാഹനമായ ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത ഒന്നാണ് തികച്ചും ഹൈന്ദവത പ്രകാരമുള്ള ഗരുഡപുരാണം. ഗരുഡപുരാണത്തിൽ ചെയ്യുവാൻ പാടില്ലാത്തതും ചെയ്യാവുന്ന പലതിനെക്കുറിച്ചും പറയുന്നുണ്ട്. മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഗരുഡപുരാണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഗരുഡപുരാണ പ്രകാരം ചില വീടുകളിൽ നിന്ന്, ചില ഗൃഹങ്ങളിൽ നിന്ന് നാം ഭക്ഷണമോ പാനീയമോ ഒന്നും തന്നെ കഴിക്കരുതെന്ന് പറയുന്നു. നാം അറിയാതെ നമ്മിലേക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾ, പാപങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? ഇവയെല്ലാം തന്നെ ഒഴിവാക്കി നന്മയോടെ ജീവിക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രാപ്തമാക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്ന പാപഫലങ്ങളും ദോഷഫലങ്ങളും എന്തിനാണ് നാം സ്വീകരിക്കേണ്ടി വരുന്നത്? അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രവിച്ച് വേണ്ടുന്നത് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ സഹായകമാകുന്നതാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ പണം കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ ഗൃഹങ്ങളിൽ നിന്ന് ഭക്ഷണമോ വെള്ളമോ കഴിക്കുവാൻ പാടുള്ളതല്ല. ആ വ്യക്തി കൊള്ളപ്പലിശയിലൂടെ നേടിയ പാപത്തിൻ്റെ പങ്ക് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നിങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് കാരണമായി പറയുന്നത്. ഇത്തരം കൊള്ളപ്പലിശക്കാർക്ക് പലപ്പോഴും പണം നൽകിയവരുടെ കർമ്മഫലങ്ങളും ശാപവുമെല്ലാം തന്നെ ഉണ്ടാകുന്നത് സാധാരണമാണ്. പലരും നിവൃത്തികേടുകൊണ്ടാണ് പണം കൊള്ളപ്പലിശയ്ക്ക് എടുക്കുന്നത്. ഇതിനാൽ ഇവരുടെ മനസ്സ് ശപിച്ചുള്ള പണമാവും പലിശയായും മറ്റും നൽകുന്നത്. ഈ പാപത്തിൻ്റെ പങ്ക് പറ്റുന്നതിന് തുല്യമാണ് കൊള്ളപ്പലിശയ്ക്ക് പണം നൽകുന്നവരുടെ വീട്ടിൽ നിന്നും ഗൃഹങ്ങളിൽ നിന്നും അതുകൊണ്ടുണ്ടാക്കിയ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊള്ളപ്പലിശക്കാരുടെ ഗൃഹങ്ങളിൽ നിന്നും യാതൊന്നും തന്നെ സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത്, സമൂഹത്തെ, മനുഷ്യരെ ലഹരിക്ക് അടിമപ്പെടുത്തി അതുകൊണ്ട് പണമുണ്ടാക്കുന്നവരുടെ ഗൃഹങ്ങളിൽ നിന്നും ഭക്ഷണവും പാനീയങ്ങളും അരുതെന്ന് ഗരുഡപുരാണത്തിൽ പറയപ്പെടുന്നു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികൾ പല ഗൃഹങ്ങളെയും മനുഷ്യരെയും നശിപ്പിക്കുന്നവ തന്നെയാണ്. പലരുടെയും കണ്ണുനീർ വീഴ്ത്തിയതാണ്. അവരുടെ ശാപവും കഷ്ടതകളുമെല്ലാം തന്നെ വിഷമങ്ങളും ദുരിതങ്ങളും വരുത്തി വയ്ക്കുവാൻ കെൽപ്പുള്ളതാണ്. അതിനാൽ ആ പാപത്തിൻ്റെ പങ്ക് പറ്റാതിരിക്കുവാനായി ഇത്തരം വീടുകളിൽ നിന്ന്, ഇത്തരം വ്യക്തികളുടെ ഗൃഹങ്ങളിൽ നിന്ന് അന്നപാനാദികൾ ഒഴിവാക്കുന്നത് ആ പാപത്തിൻ്റെ പങ്ക് പറ്റാതിരിക്കുവാനായി നിങ്ങളെ സഹായിക്കുന്നു. അടുത്തത്, രോഗികളായ ആളുകളുടെ ഗൃഹങ്ങളിൽ നിന്നും അന്നപാനാദികൾ സ്വീകരിക്കുന്നത് വളരെയധികം ദോഷഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നാമെങ്കിലും കൊടിയ രോഗങ്ങളുള്ള, പ്രത്യേകിച്ചും പകർച്ചവ്യാധികളുള്ള ഗൃഹങ്ങളിൽ നിന്നുള്ള ഭക്ഷണപാനീയങ്ങളാണ് ഉപേക്ഷിക്കുന്നത് നല്ലതെന്നാണ് ഗരുഡപുരാണത്തിൽ പരാമർശിക്കുന്നത്. ഇതാണ് ആരോഗ്യത്തിന് നല്ലത്.
മറ്റൊരു വിധത്തിൽ നമ്മുടെ ആരോഗ്യകാര്യങ്ങൾക്കുള്ള മുൻകരുതൽ കൂടിയാണ് ഇതെന്ന് കരുതാം. അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയുടെയോ വ്യക്തികളുടെയോ ഗൃഹങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇവരുടെ കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ പങ്ക് നിങ്ങൾ കൂടി സ്വന്തമാക്കുമെന്നതാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഗുരുതരമായ പാപങ്ങളോ തെറ്റുകളോ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ഗൃഹങ്ങളിൽ നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ നിങ്ങൾക്കും പാപങ്ങളും ദോഷങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും തരുന്നതാകുന്നു. ഇങ്ങനെ ഗരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കൂടി നമുക്ക് അറിയാതെ ആണെങ്കിലും വന്നു ചേരുന്ന സിദ്ധിക്കുന്ന പാപഫലങ്ങളും ദോഷഫലങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.